അസ്സലാമു അലൈക്കും. ഇന്നത്തെ വീഡിയോ നല്ല അടിപൊളി ഒരു സ്നാക്സാണ് കേട്ടോ. ഡിന്നറിനും നല്ല ചൂടുള്ള ചായക്കൊപ്പം കുട്ടികൾ സ്കൂളിൽ വരുമ്പോഴൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല അടിപൊളി സ്നാക്സാണ് കേട്ടോ. പെട്ടെന്ന് ഈസി ആയിട്ട് ഉണ്ടാക്കാം. പിന്നെ എന്താ പറയുക, നല്ല ചിക്കൻ്റെ ഫില്ലിങ്ങും സ്വീറ്റ് കോണൊക്കെ ഇട്ടിട്ട് നല്ല അടിപൊളി ഒരു ഫില്ലിങ്ങൊക്കെ വെച്ചിട്ടുള്ള ഒരു സ്നാക്കാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ വീഡിയോ ഫസ്റ്റ് ടൈമാണ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, പിന്നെ നിങ്ങൾ എന്തെങ്കിലും ഒരു കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഞാൻ അതിന് വേണ്ടിയിട്ട് 2 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. 250 ml കപ്പിൽ 2 കപ്പ് മൈദയാണ്. നിങ്ങൾ ഏത് കപ്പാണ് എടുക്കണേ ആ കപ്പിന് 2 കപ്പ് മൈദ എടുക്കുക. അതിലേക്ക് ഞാൻ 2 ടീസ്പൂണ് പഞ്ചസാര, 2 ടീസ്പൂൺ പഞ്ചസാരയും ഒരു 1.5 ടീസ്പൂൺ ഈസ്റ്റുമാണ് ഞാൻ ഇട്ടിട്ടുള്ളത് കേട്ടോ. 2 ടീസ്പൂൺ വരെ ഇടാം, ഞാനൊരു 1.5 ടീസ്പൂൺ ഇട്ടിട്ടുള്ളൂ, കാരണം ഒരു 1.5 മണിക്കൂർ ഞാൻ പൊങ്ങാൻ വെക്കുന്നുണ്ട്. ഇനി നമുക്ക് വേണ്ടത് 1 ടീസ്പൂൺ ഉപ്പാണ് കേട്ടോ. ഞാനതിന് 1 കപ്പ് പാലും എടുത്തിട്ടുണ്ട്. പാലിൽ ഇളം ചൂടുള്ള വെള്ളമാണ് കേട്ടോ. 1 ടീസ്പൂൺ ഉപ്പും ഞാനിതിലേക്ക് മിക്സ് ആക്കുന്നുണ്ട്. പിന്നെ 1 കപ്പ് ഇളം ചൂടുള്ള പാലിൻ്റെ വെള്ളമാണെങ്കിൽ വെള്ളം, പാലാണെങ്കിൽ പാൽ, അല്ലെങ്കിൽ ഇളം ചൂടുള്ള വെള്ളം, ഏതായാലും കുഴപ്പമില്ല. 1 കപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഒരു 1.25 കപ്പ് വരെ നമുക്ക് എടുത്ത് വെക്കണം. അങ്ങനെ ഞാനൊരു 1.25 കപ്പ് വരെ എടുത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാൻ കുറേശ്ശെ ഒഴിച്ചിട്ട് മിക്സ് ആക്കുകയാണ്. അതേപോലെ തന്നെ 1 ടീസ്പൂൺ ഒലിവ് ഓയിലും ചേർക്കുന്നുണ്ട് കേട്ടോ. ഞാൻ അതിൽ വീഡിയോ വിട്ടുപോയതാണ്. ഓയിൽ 1 ടീസ്പൂണ്, അല്ലെങ്കിൽ ഒലിവ് ഓയിൽ 1 ടീസ്പൂണ്. അങ്ങനെ ഞാൻ നന്നായിട്ട് കുഴച്ച് വെച്ചു. ഞാൻ ആ മുഴുവൻ പാൽ കൊടുത്തിട്ടുണ്ടായിട്ട് 1.25 കപ്പ് പാൽ ഞാൻ പറഞ്ഞല്ലോ, അത് ഫുള്ള് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. കുറച്ച് ലൂസിലാണ് ഞാൻ കുഴച്ച് വെച്ചിട്ടുള്ളത്. നന്നായിട്ട് ഒരു 20 മിനിറ്റ് കുഴച്ച് നല്ലോണം എന്താ പറയുക, നല്ല നീഡ് ചെയ്ത് കുഴച്ചതിൻ്റെ ശേഷം നമ്മൾ കുഴച്ച് വെക്കണ പാത്രത്തിലൊന്ന് തുള്ളി എണ്ണ ഒഴിച്ചു, 1 ടീസ്പൂൺ എണ്ണ ഒഴിച്ചിട്ടൊന്ന് പാത്രം ഒന്ന് ഓയിൽ ബ്രഷ് ചെയ്തു. പിന്നെ നമ്മൾ കുഴച്ച് വെച്ച ഡൗ ഒന്ന് ഓയിൽ ബ്രഷ് ചെയ്തിട്ട് നല്ലോണം 1 മണിക്കൂർ ഞാൻ പൊങ്ങാൻ വേണ്ടി മൂടി വെച്ചു. അതല്ലെങ്കിൽ നമുക്ക് ക്ലീൻ റാപ്പ് ഇട്ടിട്ട് വെക്കണം കേട്ടോ. അതിൻ്റെ ശേഷം ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ച് ഇതിലേക്ക് ഒരു ഫില്ലിങ് തയ്യാറാക്കണമല്ലോ. അതിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ഞാൻ ഒരു 2 വലിയ സവാളയാണ് ഇട്ടത്, കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, ചെറുതായിട്ട് കട്ട് ചെയ്തതാണ്. ഡവ് നമുക്ക് നല്ലോണം പൊങ്ങാൻ വേണ്ടിയിട്ട് നമുക്ക് നല്ലോണം എയർ ടൈറ്റ് ആയിട്ട് മൂടി വെക്കണം കേട്ടോ. ഒന്നുകിൽ ക്ലീൻ റാപ്പ് ചെയ്ത് വെക്കണം, അതല്ലെങ്കിൽ നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ളൊരു മൂടി വെച്ചിട്ട് 1-1.5 മണിക്കൂർ വരെ നമുക്ക് പൊങ്ങാൻ വെക്കാം. 45 to 1.5 മണിക്കൂറാണ് നമ്മൾ പറയുക. അങ്ങനെ നമ്മൾ ഉള്ളി നന്നായിട്ട് വഴന്ന് വരുന്ന സമയത്ത് ഞാൻ വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്താണ് കേട്ടോ. ഒരു 6 അല്ലി വെളുത്തുള്ളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് ചെറുതായി കട്ട് ചെയ്ത് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ വീഡിയോ പോയിട്ടുണ്ട്. പിന്നെ ഞാനൊരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇഞ്ചി നമുക്ക് കട്ട് ചെയ്ത് വേണമെങ്കിൽ ഇടാം, കുഞ്ഞായിട്ട് കട്ട് ചെയ്തിടാം. എനിക്ക് ഇഞ്ചി കടിക്കണ ഇഷ്ടമില്ലാത്ത കാരണം ഇഞ്ചി ഞാൻ ചതച്ചിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ആ ചെറിയ കഷ്ണം ഇഞ്ചി ഞാൻ നല്ലോണം ചതച്ച് അത് ഇട്ട് കൊടുത്തു. നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഒരു 3 പച്ചമുളക്, 3 to 4 പച്ചമുളക്, അത് നമുക്ക് ചെറുതായിട്ട് കുനുകുനേനെ അതും കട്ട് ചെയ്ത് അതും ഇട്ട് കൊടുത്തു. എന്നിട്ട് നല്ലോണം വഴറ്റിയെടുക്കുക കേട്ടോ. അതിൻ്റെ മുന്നേ ഞാൻ ഒരു 250 ഗ്രാം ചിക്കന് ഉപ്പും കുരുമുളകും ഇട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അതൊന്നും പിന്നെ ഞാൻ വീഡിയോയിൽ കാണിക്കണില്ല, എല്ലാവർക്കും അറിയണ്ടാവും. ഉപ്പും കുരുമുളകും ഇട്ട് നന്നായിട്ട് വേവിച്ച്, എല്ലില്ലാത്ത പീസാണ് കേട്ടോ, അത് വേവിച്ച് അവിടെ വെച്ചിട്ടുണ്ട്. ഈ മസാല തയ്യാറാക്കുമ്പോഴേക്കും നമ്മളെ മാവ് പൊങ്ങി വരും. ഇത് മസാല തയ്യാറാക്കി ഒന്ന് ചൂടാറി വരണമല്ലോ, അപ്പോഴേക്കും നമ്മളെ മാവ് നന്നായിട്ട് പൊങ്ങി വരും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുണ്ടാവും ഉള്ളി നന്നായിട്ട് വഴന്നിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് കോണാണ് ഇടുന്നത്, സ്വീറ്റ് കോണ്. നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ ഇട്ടാൽ മതി. ഇതൊക്കെ ഇടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്, മസാലക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും ഇതൊക്കെ കടിക്കുമ്പോൾ. പിന്നെ കുട്ടികൾക്കും തന്നെ നല്ലതാണല്ലോ, ഹെൽത്തി ആണല്ലോ കോണൊക്കെ. അപ്പോൾ അത് ഞാനൊരു കോണിൻ്റെ ഹാഫ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ചിക്കന് ചെറുതായിട്ട് ഇങ്ങനെ എന്താ പറയുക, കൈ കൊണ്ട് ഇങ്ങനെ പീസാക്കിയതാണ് ഇട്ടത്. ഞാൻ പറഞ്ഞല്ലോ, ഒരു 250 ഗ്രാം ചിക്കന് ഞാൻ ഉപ്പും കുരുമുളകും ഇട്ട് വേവിച്ചവിടെ വെച്ചതാണ്. അത് കുറച്ച് വലിയ പീസാക്കിയിട്ട് കൈ കൊണ്ടെടുത്തു. പിന്നെ ഞാൻ ചിക്കൻ മസാല 1 ടീസ്പൂണ്, ചില്ലി പൗഡർ 1 ടീസ്പൂണ്, കുരുമുളക് 1/2 ടീസ്പൂണ്, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂണ്, പെരിഞ്ജീരകത്തിൻ്റെ പൗഡർ 1 ടീസ്പൂണ്. ഇത്രയും സാധനമാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. കാശ്മീരി ചില്ലി പൗഡർ 1 ടീസ്പൂണ്, 1/4 മഞ്ഞൾപ്പൊടി, പിന്നെ 1/4 കുരുമുളക് പൊടി, 1/4 ടീസ്പൂണ് കുരുമുളക് പൊടി, 1 ടീസ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൗഡറും 1 ടീസ്പൂണ് ചിക്കൻ മസാലയും. പിന്നെ ഞാനിതിലേക്ക് ചില്ലി സോസാണ് ഇടുന്നത്. അത് 1/2 ടീസ്പൂൺ ചില്ലി സോസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/4 ടീസ്പൂണാണ് ഞാൻ സോയാ സോസ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഇതൊക്കെ രണ്ടും 1/2 ടീസ്പൂൺ വരെ ഇട്ട് കൊടുക്കുക. ഞാൻ 1/4 ഇട്ട് കൊടുത്തിട്ടുള്ളൂ, എനിക്ക് വലിയ ഇഷ്ടമല്ല. പിന്നെ ഞാനൊരു 1.5 ടീസ്പൂണ് ടൊമാറ്റോ സോസും
ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. മസാല ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് വഴറ്റി അതിൻ്റെ പച്ചച്ചവ മാറണ വരെ ഒന്ന് വഴറ്റിയെടുത്തതിൻ്റെ ശേഷമാണ് ഞാൻ സോസ് ഒഴിച്ച് കൊടുക്കുന്നത്. നന്നായിട്ട് വഴറ്റിയെടുത്തതിൻ്റെ ശേഷം നല്ലോണം വഴറ്റിയെടുക്കണം കേട്ടോ. എന്നിട്ട് ഞാനിതിലേക്ക് നല്ലൊരു പിടി മല്ലിയില അത് കുനുകുനേനെ കട്ട് ചെയ്തത് അതും കൂടി ഇട്ട് നന്നായിട്ട് മിക്സാക്കിയതിൻ്റെ ശേഷം നമുക്ക് ഓയിൽ വേണമെങ്കിൽ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനൊരു ടീസ്പൂൺ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതും കൂടി ഒഴിച്ചെടുത്ത് ഒന്ന് മിക്സ് ആക്കിയിട്ട് നമുക്ക് ഗ്യാസ് സ്റ്റവ് ഓഫാക്കാം. മസാല തയ്യാറായിട്ട് പെട്ടെന്നുണ്ട് ഇതൊക്കെ റെഡിയാക്കാൻ. നമ്മൾ കുട്ടികൾ വരുന്ന സമയത്തേക്ക് നമുക്കൊരു വെറൈറ്റി ഫുഡാവും ചെയ്യും, അവർക്കും തന്നെ ഇഷ്ടമാവും. പിന്നെ നമുക്ക് രാത്രി ഡിന്നറും വേണ്ട ഇത് ഒന്ന് കഴിച്ചാൽ. അതിൻ്റെ ശേഷം ഞാൻ ഉപ്പ് നോക്കുന്നുണ്ട്. ഉപ്പ് ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് ലേശം കൂടി ഉപ്പൊക്കെ ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പും കമ്മിയുണ്ട്, അപ്പോൾ ഒരു 1/4 ടീസ്പൂൺ. അതൊക്കെ അവനവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി. അതേമാതിരി മുളകില്ലെങ്കിൽ നമുക്ക് എരിവില്ലാന്നുണ്ടെങ്കിൽ കുരുമുളക് പൗഡർ ഇട്ട് കൊടുക്കാം. കുട്ടികൾ കഴിക്കാനുള്ളതുകൊണ്ട് ഞാൻ കുറച്ചേ കുരുമുളകൊക്കെ ഇട്ട് കൊടുത്തിട്ടുള്ളൂ, 1/4 ടീസ്പൂൺ ഇട്ടോ. നിങ്ങൾക്ക് 1/2 ടീസ്പൂൺ വരെ ഇട്ട് കൊടുക്കാം. അങ്ങനെ നന്നായിട്ട് മിക്സ് ആക്കിയതിൻ്റെ ശേഷം ഞാൻ ഓഫാക്കി മൂടി വെച്ചു കേട്ടോ. അതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് വേറെ ബൗളിലേക്ക് ഒഴിച്ചിട്ടൊന്ന് ചൂടാറാൻ വെച്ചു. ഞാൻ പറഞ്ഞല്ലോ അപ്പോഴേക്കും മാവ് പൊങ്ങി വന്നിട്ടുണ്ട് എന്ന്. നല്ല എയർ ടൈറ്റായിട്ട് അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ മാവ്. ഞാൻ ഓയിലും തടവി അടച്ചു വെച്ചതായിരുന്നു. ഇനി നമുക്കൊന്നും കൂടി മാവിനെ ഇടിച്ച് പരത്തിയതിൻ്റെ ശേഷം നമുക്കിതിനെ 2 പാർട്ടാക്കാം കേട്ടോ. അത്യാവശ്യം പൊങ്ങി വന്നിട്ടുണ്ട്. 2 പാർട്ടാക്കിയതിൻ്റെ ശേഷം ഞാൻ ഒരു പീസിനെ നല്ലോണം നീളത്തിൽ റെക്റ്റാങ്കിൾ സൈസിൽ നീളത്തിലാണ് ഞാനിതിനെ പരത്തിയെടുക്കുന്നത്. എന്നിട്ട് നമ്മളെ കയ്യിൽ പിസ്സ സോസ് ഉണ്ടെങ്കിൽ പിസ്സ സോസ് ഇട്ട് കൊടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഷോപ്പിൽ നിന്ന് വാങ്ങാൻ കിട്ടും. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ടൊമാറ്റോ സോസ് തേച്ച് കൊടുത്താലും മതി. ടൊമാറ്റോ സോസ് ഇങ്ങനെ ഇതിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിൻ്റെ ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ച മസാല ഇട്ട് കൊടുക്കുക. പിന്നെ നിങ്ങളെ കയ്യിൽ ഏത് ചീസാണോ ഉള്ളത് ആ ചീസ് ഇട്ട് കൊടുക്കുക. ഞാൻ മൊസറല്ല ചീസാണ് ഇട്ട് കൊടുക്കുന്നത്. നമുക്ക് എന്താ പറയുക സ്ലൈസ്ഡ് ചീസൊക്കെ വാങ്ങിക്കാൻ കിട്ടും. അതൊക്കെ പീസാക്കിയിട്ട് അത് വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക. ഏത് ചീസാണോ കയ്യിലുള്ളത് ആ ചീസ് ഇട്ട് കൊടുക്കുക. ഞാൻ മൊസറല്ല ചീസും ഗ്രേറ്റ് ചെയ്തത് ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ശേഷം നമുക്ക് ഒറിഗാനോ, പാർസല്, പിന്നെ എന്താ പറയുക ഉണക്കമുളക് പൊടിച്ചതുണ്ടല്ലോ, ചില്ലി ഫ്ലേക്സ്, ഇതെല്ലാം കൂടി കുറേശ്ശെ ഇട്ട് കൊടുക്കുക, 1/2 ടീസ്പൂൺ വെച്ചിട്ട്. പിന്നെ ഞാനിതിലേക്ക് ഒലിവാണ് ഇട്ട് കൊടുക്കുന്നത്. അതൊക്കെ നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. ഒലിവ് ഒക്കെ ടേസ്റ്റാണ്. അങ്ങനെ ഒലിവ് ഒരു 5-6 അതും ചെറിയ പീസാക്കിയത് ഇട്ട് കൊടുത്തു. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ചില്ലി ഫ്ലേക്സ് ഒരു 1/4 ടീസ്പൂൺ തൊട്ടിട്ട് 1/2 ടീസ്പൂൺ വരെ ഇടാം. പിന്നെ ഒറിഗാനോ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒറിഗാനോ കുറച്ച്. പിന്നെ ഇത് പാഴ്സലാണ് കേട്ടോ. ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ വേണ്ട. ഒറിഗാനൊക്കെ നമുക്ക് എല്ലാ ഷോപ്പിലും വാങ്ങിക്കാൻ കിട്ടും, പാഴ്സൽ അങ്ങനെ കിട്ടില്ല. അപ്പോൾ അങ്ങനെ അതും ഇതൊക്കെ ഡ്രൈഡ് ലീഫാണ് കേട്ടോ. അതെല്ലാം ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ബുക്ക് ഫോൾഡ് ചെയ്യണ പോലെ ഇതിനെ ഫോൾഡ് ചെയ്തെടുക്കുകയാണ്. എന്ന് വെച്ചാൽ ഒരു അറ്റത്തുനിന്ന് ഇങ്ങോട്ടും ഇവിടുന്ന് അങ്ങോട്ടും ഫോൾഡ് ചെയ്തതിൻ്റെ ശേഷം മടക്കുക. നന്നായിട്ട് മടക്കിയിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. നല്ലോണം പ്രസ് ചെയ്ത് കൊടുക്കുക. വേണമെങ്കിൽ കയ്യിലൊരു തുള്ളി വെള്ളമാക്കിയിട്ട് പ്രസ് ചെയ്താൽ പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ ഒട്ടി വരും കേട്ടോ. അതിൻ്റെ ശേഷം ഞാനിത് ഒരു നൈഫ് എടുത്തിട്ട് കട്ട് ചെയ്യണമെങ്കിൽ കട്ട് ചെയ്താൽ മതി, അല്ലെങ്കിൽ വെറുതെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താലും മതി. ഞാനതും ഇതിൽ കാണിക്കുന്നുണ്ട്. പിന്നെ ഇത് വലിയൊരു പാനാണ് കേട്ടോ. അത് മോള് എനിക്ക് കൊണ്ടുവന്നതാണ് നെതർലാൻഡിൽ നിന്ന്. വലിയ പാനാണ്, പിസ്സ പാന്. അപ്പോൾ അതിലേക്ക് ഞാൻ ഒന്ന് ഓയിൽ ബ്രഷ് ചെയ്തിട്ട് മൈദ തടവിയിട്ടൊന്ന് കൊട്ടീൻ്റെ ശേഷം അതിലേക്ക് ഞാൻ കട്ട് ചെയ്ത പീസുകളൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. വിട്ട് വെച്ച് കൊടുക്കണം കേട്ടോ. ഇനി 2ാമത്തെ ബോളും അതേപോലെ തന്നെ പരത്തിയെടുത്തതാണ്. 2ാമത്തെ ബോളിനെ ഞാൻ 2 പീസാക്കി വീണ്ടും. എന്നിട്ട് ഒരു ചെറിയ പീസ് ഇതേപോലെ റെക്റ്റാങ്കിളിൽ നീളത്തിൽ പരത്തിയതിൻ്റെ ശേഷം ഞാൻ പറഞ്ഞല്ലോ ഇവിടെ പിസ്സ സോസ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഇട്ടെടുത്ത് നിങ്ങളെയൊക്കെ ടൊമാറ്റോ ആണെങ്കിൽ ടൊമാറ്റോ പിന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ച ചിക്കൻ്റെ ഫില്ലിങ്, പിന്നെ ഒറിഗാനോ, പാഴ്സല്, ചീസ്, പിന്നെ ചില്ലി ഞാൻ പറഞ്ഞല്ലോ ഉണക്കമുളക് പൊടിച്ചത്, അതേപോലെ തന്നെ പിന്നെ ഒലിവ് ഉണ്ടെങ്കിൽ അത് കട്ട് ചെയ്തത് ഇതൊക്കെ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. അല്ലെങ്കിൽ ചില്ലി ഫ്ലേക്സൊക്കെ എല്ലാ വീട്ടിലും ഉണ്ടാവുമല്ലോ, അത് ഇട്ട് കൊടുത്താലും മതി. അങ്ങനെ ചീസ് പിന്നെ നല്ല ടേസ്റ്റാണ് ചീസൊക്കെ ഇട്ടാൽ. ഇല്ലെങ്കിൽ ഫില്ലിങ് മാത്രം വെച്ച് ചിക്കൻ്റെ ഫില്ലിങ് മാത്രം വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടമാവും. എന്നിട്ട് ഞാൻ വെറുതെ നൈഫ് വെച്ചിട്ടൊന്നും ഇങ്ങനെ വെറുതെ കട്ട് ചെയ്യണേ ഉള്ളൂ കേട്ടോ. ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെയും ചെയ്യാം. നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. കട്ട് ചെയ്തെടുത്ത് എന്താണെന്ന് അറിയാം, അതിൻ്റെ ഉള്ളിലുള്ള ഫില്ലിങ് കുറച്ചിങ്ങനെ പുറത്തേക്ക് വരും. അപ്പോൾ അത് കാണാനൊരു സുഖമല്ല. പിന്നെ എന്താ പറയുക, നമുക്ക് ഇതിലേക്ക് പാനിലേക്ക് എടുത്ത് വെക്കാനൊരു ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെ ഞാനൊരു കോഴിമുട്ട നല്ലോണം അടിച്ചെടുത്തതാണ് കേട്ടോ. പിന്നെ അതൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എഗ്ഗാണ് കേട്ടോ ബ്രഷ് ചെയ്യണത്. ഇങ്ങനെ ഓരോന്നും പരത്തി വെക്കണത് ചെറുതായിട്ടൊന്ന് മൂടി വെക്കണം കേട്ടോ. പരത്തി ഇങ്ങനെ കാറ്റ് കൊള്ളാൻ പുറത്ത് തുറന്ന് വെക്കരുത്, മൂടി വെക്കണം. പ്രത്യേകം പറയുന്നുണ്ട്, ഡ്രൈ ആയി പോവും. അപ്പോൾ പിന്നെ ഇത് പൊങ്ങാനൊരു ബുദ്ധിമുട്ടാവും. അതിൻ്റെ ശേഷം 180 ഡിഗ്രിയിൽ ഓവൻ പ്രീഹീറ്റ് ചെയ്തിട്ട് അതിലേക്ക് ഞാനൊരു 20 to 25 അല്ലെങ്കിൽ ഒരു 30 മിനിറ്റ്
ഏറിയാൽ അതൊരു കൂടുതൽ ഇതിൽ എന്താ പറയുക കൂടുതൽ മാവുള്ളതുണ്ടല്ലോ, അപ്പോൾ അതിനൊരു 30 മിനിറ്റ് വേണ്ടി വരും. അല്ലാത്തതൊരു 20 to 25 മതി. നോക്കാം. അപ്പോൾ നല്ല ടേസ്റ്റുള്ള ബ്രെഡാണ് കേട്ടോ. നമുക്ക് വേണമെങ്കിൽ ഗ്യാസ് സ്റ്റൗവിൽ ചെമ്പ് വെച്ചിട്ട് അങ്ങനെ നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. ഓവനുള്ളവർക്ക് ഓവനിൽ ബേക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ കേട്ടോ വീഡിയോ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നല്ല അടിപൊളി സോഫ്റ്റ് ആയിട്ടുള്ള ബ്രെഡാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട് കേട്ടോ.